മോദിയുടെ റെഡ് ഫോർട്ട് പ്രസംഗം പഴയ രാഷ്ട്രീയ മാജിക് നഷ്ടപ്പെട്ടു. ഒരു കാലത്ത് നരേന്ദ്രമോദിയുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു പ്രസംഗമായിരുന്നില്ല, ഒരു രാഷ്ട്രീയ ഷോ ആയിരുന്നു. വാക്കുകൾ, മുദ്രാവാക്യങ്ങൾ, ദേശീയത, വികസനത്തിന്റെ വാഗ്ദാനങ്ങൾ, ശക്തനായ നേതാവിന്റെ ഇമേജ് എല്ലാം ചേർന്നൊരു വലിയ രാഷ്ട്രീയ അവതരണം. പക്ഷേ 2026 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് മോദി നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് ഒരു ചോദ്യം ഉയരുകയാണ്. ആ പഴയ മാജിക് ഇപ്പോഴുമുണ്ടോ? ദ വയറിൽ ഹരീഷ് ഖരെ എഴുതിയ വിശകലനത്തിന്റെ കേന്ദ്രവാദം ഇതാണ്. മോദിയുടെ രാഷ്ട്രീയ മോജോയ്ക്ക് പഴയ തിളക്കം നഷ്ടപ്പെട്ടതിന്റെ ചില സൂചനകൾ ഈ പ്രസംഗത്തിൽ കാണാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താണ് മാറിയത്? ആദ്യമായി മോദിയുടെ പ്രസംഗത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം നോക്കാം. ഈ വർഷത്തെ പ്രസംഗത്തിൽ യുവാക്കൾ, വികസനം, ഊർജ്ജ സുരക്ഷ, ആണവോർജം, കായികരംഗം, 2047 വികസിത ഇന്ത്യ തുടങ്ങിയ വിഷയങ്ങൾ വലിയ പ്രാധാന്യത്തോടെ വന്നു. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുക എന്ന ലക്ഷ്യം വീണ്ടും മുന്നോട്ട് വച്ചു. കഴിഞ്ഞ 12 വർഷത്തിനിടെ 25 കോടി ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് പുറത്തേക്ക് എത്തിയെന്നും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും മോദി അവകാശപ്പെട്ടു. അതേസമയം ദേശീയ സുരക്ഷ, നക്സലിസം, പാകിസ്ഥാനെതിരായ പരാമർശങ്ങൾ, വന്ദേമാതരം തുടങ്ങിയ വിഷയങ്ങളും പ്രസംഗത്തിൽ ശക്തമായി ഉണ്ടായിരുന്നു. അതായത് മോദിയുടെ പഴയ രാഷ്ട്രീയ ഘടകങ്ങൾ പൂർണ്ണമായി അപ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പക്ഷെ ദ വയർ പറയുന്നത് മറ്റൊന്നാണ്. ഇവയൊക്കെ ഇപ്പോൾ പഴയതുപോലെ രാഷ്ട്രീയ ആവേശം സൃഷ്ടിക്കുന്നുണ്ടോ? ഇതാണ് പ്രധാന ചോദ്യം. മോദിയുടെ ആദ്യകാല രാഷ്ട്രീയത്തെ ഓർക്കണം. 2014 അധികാരത്തിലെത്തുമ്പോൾ വികസനം, അഴിമതി വിരുദ്ധത, ശക്തമായ നേതൃത്വം, കോൺഗ്രസിന് പകരം പുതിയ രാഷ്ട്രീയം, ഇതൊക്കെ ചേർന്നതായിരുന്നു മോദിയുടെ വലിയ രാഷ്ട്രീയ ബാൻഡ്. അതോടൊപ്പം ഹിന്ദുത്വ രാഷ്ട്രീയവും ശക്തമായിരുന്നു. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ രാഷ്ട്രീയ സന്ദേശങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ അതിന്റെ പുതുമ കുറയാം. ലേഖനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളിൽ ഒന്ന് ഇതാണ്: ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പഴയ ഫിസ് കുറയുകയാണ് എന്ന വാദം. അത് ഹിന്ദുത്വം അവസാനിച്ചു എന്നല്ല, അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയ ശക്തി ഇല്ലാതായി എന്നുമല്ല. മറിച്ച് ഒരിക്കൽ വലിയ രാഷ്ട്രീയ ആവേശം സൃഷ്ടിച്ചിരുന്ന അതേ നരേറ്റീവുകൾക്ക് ഇപ്പോൾ കൂടുതൽ വിശദീകരണവും പുതിയ രാഷ്ട്രീയ മെസ്സേജിങ്ങും ആവശ്യമാവുകയാണെന്നാണ് ലേഖനം സൂചിപ്പിക്കുന്നത്. ഇവിടെ മറ്റൊരു വലിയ വിഷയം വരുന്നു: സാമ്പത്തിക രാഷ്ട്രീയം. മോദി സർക്കാരിന്റെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ വാഗ്ദാനങ്ങൾ ഒന്നായിരുന്നു വികസനം. ഇൻഫ്രാസ്ട്രക്ചർ, ഹൈവേസ്, ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, വലിയ വ്യവസായ നിക്ഷേപങ്ങൾ, ഇവയെല്ലാം ചേർന്ന് ഒരു പുതിയ ഇന്ത്യയുടെ ചിത്രം അവതരിപ്പിക്കപ്പെട്ടു. പക്ഷെ അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം വളർന്നു: ഈ വളർച്ചയുടെ ഗുണം ആരിലേക്ക് കൂടുതലായി പോകുന്നു? ഇവിടെയാണ് ക്രോണി ക്യാപിറ്റലിസം എന്ന വിമർശനം വരുന്നത്. ലേഖനം പറയുന്നത് വലിയ കോർപ്പറേറ്റുകളുമായുള്ള സർക്കാരിന്റെ അടുപ്പത്തെക്കുറിച്ചുള്ള വിമർശനം ഇപ്പോൾ രഹസ്യമോ പുതിയ ആരോപണമോ അല്ല എന്നതാണ്. പ്രത്യേകിച്ച് അദാനി, അംബാനി പോലുള്ള വലിയ വ്യവസായ ഗ്രൂപ്പുകളുമായി മോദി സർക്കാരിന്റെ ബന്ധത്തെക്കുറിച്ച് പ്രതിപക്ഷം വർഷങ്ങളായി രാഷ്ട്രീയ ആക്രമണം നടത്തുന്നുണ്ട്. BJP ഇതിനെ നിഷേധിക്കുകയും സർക്കാരിന്റെ നയങ്ങൾ വ്യവസായ വളർച്ചയ്ക്കും നിക്ഷേപത്തിനുമുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതാണെന്നും വാദിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയ ബാറ്റിൽ ഓഫ് നരേറ്റീവ്സ് ആണ് നടക്കുന്നത്. സർക്കാർ പറയുന്നത് വികസനം, വിമർശകർ ചോദിക്കുന്നത് ആർക്കു വേണ്ടിയുള്ള വികസനം. ഈ വ്യത്യാസമാണ് മോദിയുടെ രാഷ്ട്രീയ മെസ്സേജിങ്ങിന് ഇപ്പോൾ നേരിടേണ്ടി വരുന്ന വലിയ വെല്ലുവിളികളിൽ ഒന്ന്. ഇനി മറ്റൊരു പ്രധാന കാര്യം: യുവാക്കൾ. ഈ വർഷത്തെ റെഡ് ഫോർട്ട് പ്രസംഗത്തിൽ യുവാക്കളെ കുറിച്ച് മോദി വളരെ ശക്തമായി സംസാരിച്ചു. യുവ, നൗജവാൻ തുടങ്ങിയ വാക്കുകൾ പ്രസംഗത്തിൽ പലതവണ ആവർത്തിക്കപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് യാദൃച്ഛികമല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഡെമോഗ്രഫിക്കാണ് യുവാക്കൾ. പക്ഷെ യുവാക്കളോട് 2047 ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുന്നത് മാത്രം മതിയോ? അവർക്ക് ഇന്ന് ജോലി കിട്ടുന്നുണ്ടോ? വിദ്യാഭ്യാസം താങ്ങാനാകുന്നുണ്ടോ? കോമ്പറ്റീറ്റീവ് എക്സാമിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ടോ? അവരുടെ എക്കണോമിക് മൊബിലിറ്റി എങ്ങനെയാണ്? ഇവയാണ് യുവാക്കളെ ബാധിക്കുന്ന ഇമ്മീഡിയറ്റ് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് വലിയ വിഷനുകളും ഇന്നത്തെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള ഗ്യാപ്പാണ് രാഷ്ട്രീയമായി നിർണായകം. 2047 ഇന്ത്യ എങ്ങനെയാകും എന്ന ചോദ്യത്തിനൊപ്പം 2026 എന്റെ ജീവിതം എങ്ങനെയാണ് എന്ന ചോദ്യവും യുവാക്കൾ ചോദിക്കും. ഇതാണ് മോദിയുടെ രാഷ്ട്രീയ കമ്മ്യൂണിക്കേഷൻ നേരിടുന്ന പുതിയ ചലഞ്ച്. ഇനി പ്രസംഗത്തിന്റെ മറ്റൊരു പ്രത്യേകത: വന്ദേമാതരം. മോദി തന്റെ പ്രസംഗത്തിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ ആദ്യമേ റെഡ് ഫോർട്ടിൽ വന്ദേമാതരം മുഴകിയതിനെ പ്രത്യേകം ചൂണ്ടിക്കാട്ടി. ഇത് ദേശീയതയുടെയും സാംസ്കാരിക രാഷ്ട്രീയത്തിന്റെയും ശക്തമായ സിമ്പിളാണ്. പക്ഷെ ഇതിലും ഒരു ചോദ്യമുണ്ട്: ദേശീയതയുടെ രാഷ്ട്രീയ മെസ്സേജിങ് എത്രത്തോളം പുതിയ പൊളിറ്റിക്കൽ എനർജി സൃഷ്ടിക്കും? ഒരു ഘട്ടത്തിൽ ഒരു മുദ്രാവാക്യം വലിയ മൊബിലൈസിംഗ് ഫോഴ്സ് ആയിരിക്കാം. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ മുദ്രാവാക്യം ആവർത്തിച്ചാൽ അതിന്റെ ഇമോഷണൽ ഇമ്പാക്ട് കുറയാനും സാധ്യതയുണ്ട്. ദ വോയറിന്റെ അടിസ്ഥാനവാദം ഇതോടെയാണ് ബന്ധപ്പെടുന്നത്. മോദി ഇപ്പോഴും ശക്തനായ നേതാവാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നരേറ്റീവിന് പഴയ ഫ്രഷ്നെസ് ഇല്ലെന്നാണ് ലേഖനം പറയുന്നത്. ആ പഴയ മാജിക് അതേ ശക്തിയിൽ തുടരുന്നുണ്ടോ എന്ന ചോദ്യം തീർച്ചയായും പ്രസക്തമാണ്. കാരണം രാഷ്ട്രീയം നേതാവിന്റെ പോപ്പുലാരിറ്റി കൊണ്ട് മാത്രം നിലനിൽക്കില്ല. നരേറ്റീവ് മാറണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാറുന്നു. തൊഴിൽ, വിലക്കയറ്റം, വിദ്യാഭ്യാസം, അസമത്വം, സാമൂഹിക സംഘർഷങ്ങൾ, സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ, യുവാക്കളുടെ പ്രതീക്ഷകൾ, ഇവയെല്ലാം രാഷ്ട്രീയത്തിന്റെ അജണ്ട മാറ്റുന്നു.
അതുകൊണ്ട് 2014 മോദിക്ക് വിജയിപ്പിച്ച മെസ്സേജ് 2026 ഇന്ത്യയിലും അതേ രീതിയിൽ പ്രവർത്തിക്കണമെന്നില്ല. ഇതാണ് ദ വോയർ ലേഖനം മുന്നോട്ട് വെക്കുന്ന വലിയ രാഷ്ട്രീയ ചോദ്യം എന്ന് പറയാം. മോദിയുടെ ശക്തി കുറഞ്ഞോ എന്നതല്ല യഥാർത്ഥ ചോദ്യം. മോദിയുടെ പഴയ രാഷ്ട്രീയ ഫോർമുല ഇപ്പോഴും അതേ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതാണ്. ഒരു നേതാവ് 13ാം തവണ റെഡ് ഫോർട്ടിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് പ്രതിപക്ഷത്തെ തോൽപ്പിക്കുക മാത്രമല്ല, സ്വന്തം നരേറ്റീവിനെ പുതുക്കുക കൂടിയാണ്. കാരണം രാഷ്ട്രീയത്തിൽ ഏറ്റവും അപകടകരമായ അവസ്ഥ പരാജയം മാത്രമല്ല,